So today we are going to discuss amplitude modulation. So amplitude modulation is AM single tone. Single tone. Here we are going to learn the derivation of AM wave. AM wave in derivation ആണ് first discuss ചെയ്യാൻ പോകുന്നത്. So ഈ amplitude modulation സിംഗിൾ ടോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആർക്കെങ്കിലും അറിയോ? ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ അഥവാ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ, if it consists of only one frequency, ഒരൊറ്റ ഫ്രീക്വൻസി ഉള്ളെങ്കിൽ then it is called as single tone AM. So if you are doing amplitude modulation, ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് ആ മോഡുലേറ്റിംഗ് സിഗ്നലിന് ഒരൊറ്റ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ എന്നും കൂടി പറയും. സോ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരൊറ്റ ഫ്രീക്വൻസി മാത്രമേ ഉള്ളേയുള്ളൂ. സിംഗിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൺ ഫ്രീക്വൻസി മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. സോ നമ്മളിവിടെ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വേവിൻ്റെ ഇക്വേഷനാണ്. സോ ഡെറിവേഷനിലേക്ക് പോവുകയാണെങ്കിൽ let x of t is equal to Vm cos omega mt. ഇവിടെ WM എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ടോൺ എ എന്ന് പറയുമ്പോൾ സിംഗിൾ ഫ്രീക്വൻസിയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ എക്സ് ഓഫ് ടി ആണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്ന് കൂടി പറയും. സോ ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് Vm കോസ് ഒമേഗ എം ടി, ഇതിനൊറ്റ ഒരു സിംഗിൾ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ ഒമേഗ എം എന്നുള്ളത്. അതുകൊണ്ട് ഇതിന് സിംഗിൾ ടോൺ മോഡുലേറ്റിംഗ് സിഗ്നലിന് യൂസ് ചെയ്യുന്ന സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് യൂസ് ചെയ്ത മോഡുലേറ്റിംഗ് സിഗ്നലാണെന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ അകത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് Vm ആണ്. ഇതിൻ്റെ Vm ആണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ ഇവിടെ ഒരു സിംഗിൾ ഫ്രീക്വൻസിയാണ് ഉള്ളത്, അതാണ് omega m. Here we have only a single frequency, that is omega m. Okay, next let c of t is equal to a cos omega ct. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും നമ്മൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ആ ലോ ഫ്രീക്വൻസി സിഗ്നലിന് നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. സോ അതിന് നമ്മൾ മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെടുക്കുക? ഒരു കാരിയർ എടുക്കും, ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ എടുക്കും. സോ കാരിയറിൻ്റെ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ അകത്ത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ എക്സ് ഓഫ് ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് വരുത്തുന്നത്. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇവിടെ ഇതിന് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഈ കാരിയറിന് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഉണ്ട്, ദാറ്റ് ഇസ് ഒമേഗ സി. സോ നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത് ഈ എയിലാണ് നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത്. സോ ഇതെല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. സോ നമുക്ക് ഇവിടെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് ഓഫ് ടി ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മോഡുലേറ്റഡ് സിഗ്നൽ എസ് ഓഫ് ടി ആണെങ്കിൽ എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഈ എയിലാണ് ഈ എ കോസ് ഒമേഗ സി ടി ആണ് നമ്മൾ കാരിയർ സിഗ്നൽ. സോ ഈ കാരിയർ സിഗ്നലിൻ്റെ എയിലാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത്. സോ ദിസ് ന്യൂ എ വിൽ ബി എ പ്ലസ് ഈ എക്സ് ഓഫ് ടി, അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഇൻറ്റു കോസ് ഒമേഗ സി ടി. സോ ഈ ഒരു ഇക്വേഷൻ വരെ എല്ലാവരും നോട്ട് ചെയ്തേ. ഇതാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ.
AM മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷനാണ്. അതായത് സിംഗിൾ ടോൺ AM മോഡുലേറ്റഡ് വേവ് ഇക്വേഷൻ. എഴുതിക്കോ, സിംഗിൾ ടോൺ AM മോഡുലേറ്റഡ് വേവ് ഇക്വേഷൻ. അതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വരുന്നത്. സോ നമുക്കിവിടെ മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടി. മോഡുലേറ്റഡ് സിഗ്നൽ എന്നാൽ A × x(t) cos omega ct. ഇത് എഴുതിയോ? ഇത്ര വരെ എഴുതിയോ? ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. വൈഷ്ണവ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഓക്കെ, അതിന് നെക്സ്റ്റ് നമുക്കിപ്പം S(t) കിട്ടി. അതാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്ത സിഗ്നൽ S(t) എന്ന് പറയുന്നത് എന്തായിരുന്നു? A + x(t) × cos omega ct. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ A cos omega ct + x(t) cos omega ct നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ? അപ്പം നമുക്കറിയാം ഈ x(t) എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു Vm cos omega mt അല്ലേ? ഇതെടുക്കുന്നില്ല നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്കറിയാം x(t)യുടെ വാല്യൂ Vm cos omega mt ആണ്. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഈ S(t)യിൽ ഈ x(t)യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ S(t) now become A cos omega ct plus x(t)യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Vm x(t)യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Vm cos omega mt × cos omega ct. ഒന്നുമില്ല, x(t) എടുക്കാം, നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ x(t)യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇനി ജസ്റ്റ് എന്താ ചെയ്യേണ്ടേ? ഇനി നമ്മൾ ഇതിൽ നിന്ന് A cos omega ct-ൻ്റെ ടേംസ് പുറത്തേക്ക് എടുക്കും. A cos omega ct-ൻ്റെ ടേംസ് പുറത്തേക്ക് എടുക്കും. സോ A cos omega ct-ൻ്റെ ടേംസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1/Vm/A cos omega mt. ഇതല്ലേ ഉണ്ടാവുക? ഈ ഒരു ടേം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ഈ രണ്ട് ടേംസിൻ്റെ അകത്തുനിന്ന്. സോ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തത് ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 വന്നു. അതേപോലെ ഈ ഒരു ടേം cos omega ct ഇവിടെ ഉണ്ട്, പക്ഷേ A ഇല്ല. സോ അതിനെ ഡിവൈഡ് ചെയ്തു. സോ Vm/A cos omega mt നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ നമുക്ക് ഇനി ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡുലേഷൻ ഇൻഡെക്സ്. ഇതെല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, നമ്മൾ റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. മോഡുലേഷൻ ഇൻഡെക്സ്, ആ മോഡുലേഷൻ ഇൻഡെക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് MA അല്ലെങ്കിൽ മ്യൂ വെച്ചാണ്. M എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെതാണ്, A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ എന്നുള്ള രീതിയിലാണ് AM വേവിൻ്റെ ഇക്വേഷൻ. സോ MA അല്ലെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഈ മോഡുലേഷൻ ഇൻഡെക്സ് MA എന്ന് പറയുന്നത് മോഡ് ഓഫ് x(t) മാക്സ് ആണ്, അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഡിവൈഡഡ് ബൈ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? നമ്മളെ കാരിയർ എന്തായിരുന്നു? A cos omega ct ആയിരുന്നു കാരിയർ. അതേപോലെ തന്നെ നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്തായിരുന്നു? Vm cos omega mt ആയിരുന്നു. സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലാസ്റ്റ് സ്ലൈഡിൽ കാണാം, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് A x(t) എന്ന് പറയുന്നത് Vm ആണ് അല്ലേ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ Vm ആണ്. അതായത് ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് Vm ആണ്. അതേപോലെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെയും കാരിയർ സിഗ്നലിൻ്റെയും റേഷ്യോ, ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എഴുതുവാണെങ്കിൽ, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ Vm ആണ്. അതേപോലെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A ആണ്. സോ Vm/A എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് അതർ ദാൻ മോഡുലേഷൻ ഇൻഡെക്സ് MA, അല്ലെങ്കിൽ അതിന് മ്യൂ എന്നും പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ
നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഇക്വേഷൻ ഈ വി എം ബൈ എനെ നമ്മൾ എം എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എം എ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന ഒറ്റ ഇക്വേഷൻ എസ് ഓഫ് ടി ഇസ് ഇക്വൽ ടു എ കോസ് ഒമേഗ സി ടി പ്ലസ് 1 ഇൻറ്റു എം എ ഇൻറ്റു കോസ് ഒമേഗ എം ടി. ഇതാണ് ഇതൊന്ന് ബ്രാക്കറ്റിൽ ഒരു ബോക്സിലിട്ട് വെച്ച ഈ ഇക്വേഷനാണ് നമ്മളെ സിംഗിൾ ടോൺ എ എം വേവ് ഇക്വേഷൻ. സിംഗിൾ ടോൺ എ എമ്മിൻ്റെ വേവ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റോഷ്നി ക്ലിയർ ആണോ? റോഷ്നി സോ ഇതാണ് നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്. ശ്രദ്ധിച്ചിരിക്കാൻ, മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ആണ്. അതിൻ്റെ ഇക്വേഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് വി എം കോസ് ഒമേഗ എം ടി ആണ്. വി എം കോസ് ഒമേഗ എം ടി മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ തന്നെയാണ്. ഈ മെസ്സേജ് സിഗ്നൽ നമ്മൾ ബേസിക്കലി മോഡുലേഷനകത്ത് മെസ്സേജ് സിഗ്നൽ ലോ ഫ്രീക്വൻസി ആയിരിക്കും. സോ അതിന് നമുക്ക് അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. സോ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ സി ഓഫ് ടി ആണ്. ഇതൊരു അതിൻ്റെ ഇക്വേഷൻ എ കോസ് ഒമേഗ സി ടി. ഇതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. സോ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈ വി എം എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വി എം ആണ്. അതേപോലെ തന്നെ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. സോ ഈ വി എം ബൈ എ എന്നുള്ളതാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. വി എം ബൈ എ എന്നുള്ളതാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ്. സോ നമ്മളിവിടെ എക്സ് ഓഫ് ടി കിട്ടി, അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ കിട്ടി, കാരിയർ കിട്ടി. സോ ഈ മെസ്സേജ് സിഗ്നലില്ല ഈ കാരിയർ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താ സംഭവിക്കുന്നത്? അതായത് എസ് ഓഫ് ടി എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. നമ്മൾ മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സിഗ്നലാണ് എസ് ഓഫ് ടി. അതിൽ നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുന്നത്? കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് വരുത്തുന്നത്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തും. കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലോ ഫേസിലോ ഒരു ചേഞ്ച് ഇല്ല, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തും. ആംപ്ലിറ്റ്യൂഡിൽ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്? നമ്മൾ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുന്നത്. സോ നമ്മൾ കാരിയറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ കോസ് ഒമേഗ സി ടി. അതായിരുന്നു കാരിയറിൻ്റെ ഇക്വേഷൻ. പക്ഷേ കാരിയർ അല്ല നമുക്ക് കിട്ടുന്നത്. കാരിയറിനെ നമ്മൾ മെസ്സേജ് സിഗ്നൽ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്തു. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തി. സോ ഇപ്പം അത് എ അല്ല, ആദ്യം എ ആയിരുന്നു കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ അത് മാറി ഇതിപ്പോൾ എന്തായി? എ പ്ലസ് എക്സ് ഓഫ് ടി വന്നു. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നെയാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ വി എം കോസ് ഒമേഗ എം ടി തന്നെയാണ് ഈ എക്സ് ഓഫ് ടി. സോ ഇതാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. ഇനി സോ നമുക്ക് ഈ എസ് ഓഫ് ടിൻ്റെ ഇക്വേഷൻ കിട്ടി. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. എ ഇൻറ്റു കോസ് ഒമേഗ സി ടി പ്ലസ് എക്സ് ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ സി ടി. ഇത്രയും മനസ്സിലായിനോ റോഷ്നി? ഇത്രയും മനസ്സിലായിനോ? ഓക്കെ. സോ നമുക്കിവിടെ എക്സ് ഓഫ് ടിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം വി എം കോസ് ഒമേഗ എം ടി ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എ കോസ് ഒമേഗ സി ടി പ്ലസ് വി എം കോസ് ഒമേഗ എം ടി കോസ് ഒമേഗ സി ടി. ഇനി ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ടേം പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ടേം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? 1 ആയി മാറി. അതേപോലെ ഈ കോസ് ഒമേഗ സി ടി എന്ന് പറഞ്ഞൊരു ടേം ഇതിലുണ്ട്, പക്ഷേ എ ഇല്ല. സോ അതിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ ഒരു ടേം പുറത്തേക്ക് എടുക്കുന്ന പ്യൂർ മാക്സ് അല്ലേ, അത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. സോ ഈ വി എം ബൈ എ എന്ന് പറയുന്ന ടേമിന് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ആക്കി മാറ്റാം. കാരണം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതായത് എക്സ് ഓഫ് ടി മാക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കാരിയർ ആംപ്ലിറ്റ്യൂഡ്. സോ വി എം ആയിരുന്നു മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, എ ആയിരുന്നു കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ കിട്ടിയ ലാസ്റ്റ് ഇക്വേഷനകത്ത് വി എം ബൈ എനെ എം എ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആ ലാസ്റ്റ് കിട്ടിയ ഫൈനൽ ഇക്വേഷനാണ് ദിസ് എ കോസ് ഒമേഗ സി ടി
ഇൻറ്റു 1 പ്ലസ് എം എ കോസ് ഒമേഗ എം ടി എന്നുള്ളത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരോടും ചോദിച്ചോ, റോഷിനിയോട് മാത്രമല്ല എല്ലാവരോടും ചോദിച്ചോ. വൈഷ്ണവ് ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഷീസ്, അശ്വിൻ, വിഷ്ണു. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ സിംഗിൾ ടോൺ എ എം വേവ് ഇക്വേഷൻ. നെക്സ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫ്രീക്വൻസി കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് എഴുതിക്കാൻ കൂടെ തന്നെ എസ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ സി ടി ഇൻറ്റു 1 പ്ലസ് എം എ കോസ് ഒമേഗ എം ടി ആയിരുന്നു നമ്മുടെ എസ് ഓഫ് ടി. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് ഇത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. എ കോസ് ഒമേഗ സി ടി പ്ലസ് എ ഇൻറ്റു എം എ ഇൻറ്റു കോസ് ഒമേഗ സി ടി ഇൻറ്റു കോസ് ഒമേഗ എം ടി. ഒന്നുമില്ല, ഈ ടേമിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതിപ്പോൾ എന്തായി മാറി? നമുക്കിവിടെ നമുക്കറിയുന്ന ഒരു ഇക്വേഷനാണ് 2 കോസ് എ കോസ് ബി. 2 കോസ് എ കോസ് ബി എത്രയാ? കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. സോ ഇവിടെ നമുക്ക് കോസ് എ കോസ് ബി ഉണ്ട്, കോസ് എ കോസ് ബി ഇല്ലേ? സോ അതിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഇത് എഴുതാം. ഈ ഒരു പാർട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാം. സോ അങ്ങനെ എഴുതുന്നതാണ് എ കോസ് ഒമേഗ സി ടി പ്ലസ് എ എം എ ഡിവൈഡഡ് ബൈ 2. സോ അത് 2 കോസ് എ കോസ് ബിൻ്റെ ഫോമിലാകുമ്പം എന്തായാലും കോസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. ഈ ഒരു ഫോമിലേക്ക് കിട്ടിയില്ലേ? ഇത് ക്ലിയർ ആണോ ഈ ഒരു സ്റ്റെപ്പ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ? ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാകുന്നില്ല ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ കൂടി എഴുതുക, അതിന് പുറമെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഇതിന് നമ്മളൊന്നും കൂടി എഴുതുവാണെങ്കിൽ എ കോസ് ഒമേഗ സി ടി പ്ലസ് എ ഇൻറ്റു എം എ ബൈ 2 കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് എ ഇൻറ്റു എം എ ബൈ 2 കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. ഒന്നുമില്ല, ഈ എ എം ബൈ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ എസ് ഓഫ് ടി. ഇതാണ് നമ്മുടെ എ എം വേവ് ഇക്വേഷൻ. അപ്പോൾ ഒന്ന് ബോക്സിലിട്ട് എഴുതിക്കാൻ, ഈ ഫൈനൽ ഇക്വേഷനാണ് നമ്മുടെ എ എം വേവ് ഇക്വേഷൻ. സോ ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കാരിയർ വേവ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ കാരിയർ വേവ്. ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ അപ്പർ സൈഡ് ബാൻഡ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ലോവർ സൈഡ് ബാൻഡ്. ഈ അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് മനസ്സിലാക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ എ എം വേവിൻ്റെ ഇക്വേഷൻ. ഇത്രയാണ് നമ്മുടെ എ എം വേവിൻ്റെ ഇക്വേഷൻ. സോ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിലിട്ട് വെക്കുക. ഈ ഫസ്റ്റ് ടേമാണ് നമ്മുടെ കാരിയർ വേവ്, സെക്കൻഡ് ടേമാണ് നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ്, തേർഡ് ടേമാണ് നമ്മുടെ ലോവർ സൈഡ് ബാൻഡ്. ഇത്ര എഴുതിയോ? എഴുതാത്തവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ
നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എ എം വേവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ സി ടി കാരിയർ, അതാണ് കാരിയർ, എ ഇൻറ്റു എം എ ബൈ ടു ഇൻറ്റു കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് എ ഇൻറ്റു എം എ ബൈ ടു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. ഇതാണ് നമ്മൾ എ എം വേവിൻ്റെ ഇക്വേഷൻ. നമുക്കിനി ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസിലെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വൈ ആക്സിസിൽ നമുക്ക് ഫ്രീക്വൻസി ഉണ്ട്. സോ ഇതാണ് നമ്മളെ കാരിയർ. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? എ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പോകുന്ന കാരിയർ, അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ്. സോ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഒമേഗ സി. ഒമേഗ സി. നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പർ സൈഡ് ബാൻഡ്. അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഒമേഗ സി പ്ലസ് ഒമേഗ എം. ഇതാണ് നമ്മൾ ഒമേഗ സി. സോ ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എം എ ബൈ ടു അല്ലേ? ഇതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ലോവർ സൈഡ് ബാൻഡ്. ലോവർ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ സി മൈനസ് ഒമേഗ എം. സോ ഒമേഗ സീനെ കാട്ടി ലെസ് ദാൻ വാല്യൂ എടുക്കും, ഒമേഗ സി മൈനസ് ഒമേഗ എം. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും സിമിലർ ആണ്, എ എം ബൈ ടു. എ എം എ ബൈ ടു ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഇതാണ് നമ്മളെ യു എസ് ബി അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ്. ഇത് നമ്മുടെ കാരിയർ. ഇത് നമ്മുടെ കാരിയർ. സോ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ കാരിയർ സിഗ്നലിന് നമ്മൾ മെസ്സേജ് സിഗ്നലിൽ ഒരു ഇൻഫർമേഷൻസും ഇല്ല അല്ലേ? കാരിയർ സിഗ്നലിൻ്റെ അകത്ത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൽ ഒരു ഇൻഫർമേഷൻസും ഇല്ല. ആൻഡ് ഇവിടെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ബാൻഡ് വിഡ്ത്ത് ആണ്. അത് പറയുന്നതിന് മുന്നേ ബാൻഡ് വിഡ്ത്ത് എന്താന്ന് നോക്കാം. ബാൻഡ് വിഡ്ത്ത് എന്താ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്ര വരെ, ഇതാണ് ബാൻഡ് വിഡ്ത്ത്. സോ അതെത്രയാ? ഒമേഗ സി പ്ലസ് ഒമേഗ എം മൈനസ് ഒമേഗ സി മൈനസ് ഒമേഗ എം. ഇതാണ് ബാൻഡ് വിഡ്ത്ത്. സോ എത്ര ഇത് കിട്ടുക? 2 ഒമേഗ എം ആണ് ബാൻഡ് വിഡ്ത്ത്. 2 ഒമേഗ എം ആണ് ബാൻഡ് വിഡ്ത്ത്. സോ ഇതിൽ പറയേണ്ട കാര്യം, നമുക്ക് ഈ പറഞ്ഞ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാരിയർ സിഗ്നലും കൂടി നമ്മൾ ഈ പറഞ്ഞ 3 സിഗ്നലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫസ്റ്റ് കോമ്പോണൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, സെക്കൻഡ് കോമ്പോണൻറ്റും ട്രാൻസ്മിറ്റ് ചെയ്യും, തേർഡ് കോമ്പോണൻറ്റും ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് കാരിയറും ട്രാൻസ്മിറ്റ് ചെയ്യും, അപ്പർ ആൻഡ് ലോവർ സൈഡ് ബാൻഡും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ? പക്ഷേ ഈ കാരിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കാരിയറിൻ്റെ അകത്ത് നമ്മളെ മെസ്സേജ് സിഗ്നലിൽ ഒരു ഇൻഫർമേഷൻസും ഇല്ല. പക്ഷേ ഈ ലോവർ സൈഡ് ബാൻഡിലും അപ്പർ സൈഡ് ബാൻഡിലും നമുക്കറിയാം നമ്മളെ ഇൻഫർമേഷൻ ഉണ്ട്, മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഒമേഗ നമ്മളിവിടെ കാണും. ഈ കാരിയർ സിഗ്നലിൻ്റെ അകത്ത് ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല. സോ എന്ത് ചെയ്യും? ഈ കാരിയർ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റേജ് ഓഫ് പവറാണ്. വേസ്റ്റേജ് ഓഫ് പവറാണ് അല്ലേ? ഈ കാരിയർ സിഗ്നലിനകത്ത് ഒന്നുമില്ല, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻസും ഇല്ല. മെസ്സേജ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഒരു ഇൻഫർമേഷൻ ഈ കാരിയറിൻ്റെ അകത്ത് ഇല്ല. സോ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് പവറാണ്, വേസ്റ്റ് ഓഫ് പവറാണ്. സോ ആ വേസ്റ്റേജ് ഓഫ് പവർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. പിന്നെയുള്ളൊരു മെത്തേഡാണ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. സോ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു പ്ലോട്ട് വരച്ചതിന് ശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാരിയർ സിഗ്നലിന് ഇൻഫർമേഷൻ കണ്ടന്റ് ഒന്നും ഇല്ല. സോ ഇതൊരു ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ഓഫ് പവറാണ്. സോ ആ ഒരു കാരിയറിനെ നമ്മൾ സപ്രസ് ചെയ്തിട്ട് അയക്കുന്നൊരു മെത്തേഡാണ് ഈ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. കാരിയറിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ സൈഡ് ബാൻഡ്സ് മാത്രം അയക്കുന്നൊരു പ്രോസസ്സാണ് ഈ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഇനി ഈ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിലും നമുക്കറിയാം ഈ എ എം ബൈ ടൂവും എ എം ബൈ ടു, എ എം എ ബൈ ടു, ഈ 2 ഫ്രീക്വൻസി ഇത് സിമിലർ ആണ്, ഐഡൻറ്റിക്കൽ ആണ്.
സോ ഐഡൻറ്റിക്കൽ സൈഡ് ബാൻഡ്സ് അയക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് മാത്രമായിരിക്കും, ഒന്നിൽ അപ്പർ സൈഡ് ബാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് ആയിരിക്കും. അതാണ് നെക്സ്റ്റ് മെത്തേഡ്, അത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഇത്ര മാത്രം ഓർമ്മിച്ച് വെക്കാം. നമ്മൾ ജനറൽ അതായത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, അതായത് ഫുൾ കാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൂന്നും അയക്കുന്നുണ്ട്, കാരിയറും അയക്കുന്നുണ്ട് പ്ലസ് അപ്പർ സൈഡ് ബാൻഡും അയക്കുന്നുണ്ട്, ലോവർ സൈഡ് ബാൻഡും അയക്കുന്നുണ്ട്. സോ ഈ അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡിൽ മാത്രമേ ഇൻഫർമേഷൻസ് ഉള്ളൂ, കാരിയറിനകത്ത് ഇൻഫർമേഷൻസ് ഇല്ല. സോ കാരിയർ അയക്കേണ്ട ആവശ്യമില്ല, കാരിയർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കാരിയർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് പവർ ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് മെത്തേഡ് ഉണ്ട്. അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറും സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സോ നമ്മൾ എസ് ഓഫ് ടിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുവാണെങ്കിൽ, എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ഒമേഗ സി ടി പ്ലസ് എ എം എ ബൈ 2 കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് എ എം എ ബൈ 2 കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. ഇതായിരുന്നു നമ്മളെ എ എം വേവിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്ത പവർ കണ്ടുപിടിക്കണം. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, പവറിൽ വേസ്റ്റേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സോ ഈ ഓരോന്ന്, അതായത് ഓരോ കോമ്പോണൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എത്രയാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ടോട്ടൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്രയാണ് നോക്കാം. ഒരു ജനറൽ ബേസിക് എ മോഡുലേഷനകത്ത് ടോട്ടൽ പവർ എത്രയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കാം. സോ ഈ ടോട്ടൽ പവർ പി ടി എന്ന് പറയുന്നത് പി സി പ്ലസ് പി എൽ എസ് ബി പ്ലസ് പി സി പ്ലസ് പി യു എസ് ബി പ്ലസ് പി എൽ എസ് ബി, അതായത് ഈ കാരിയറിൻ്റെ പവർ പ്ലസ് ഈ സൈഡ് ബാൻഡ് രണ്ട് പവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ കാരിയറിൻ്റെ പവർ നമുക്കറിയാം, കാരിയറിൻ്റെ പവർ എത്രയാണ്, പി സി എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഇവിടെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര, എ ആണ്. സോ എ സ്ക്വയർ ബൈ 2 ആണ് കാരിയറിൻ്റെ പവർ. ഇനി അതേപോലെ തന്നെ യു എസ് ബിൻ്റെതോ, അപ്പർ സൈഡ് ബാൻഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, എ എം എ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ബൈ 2 ആണ് പി യു എസ് ബി. അതേപോലെ പി എൽ എസ് ബിൻ്റെത് എത്രയാണ്, സെയിം എ എം എ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അതായത് ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് പവർ നമുക്ക് കിട്ടുന്നത്, അല്ലേ. സോ ഇത് എത്രയായിട്ട് നമുക്ക് എഴുതാം, ഇത് 1/8 എ സ്ക്വയർ എം എ സ്ക്വയർ നമുക്ക് എഴുതാം, അല്ലേ. ഇതും 1/8 എ സ്ക്വയർ എം എ സ്ക്വയറിന് എഴുതാം. ഇത് നമ്മൾ എ സ്ക്വയർ ബൈ 2. സോ ഇതാണ് ഒരു കാരിയറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ. ഇത് അപ്പർ സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ, ഇത് ലോവർ സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ. സോ നമുക്കിനി സൈഡ് ബാൻഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എത്രയാണ് നോക്കാം. നമുക്കറിയാം പി ടി എന്ന് പറയുന്നത് പി സി പ്ലസ് പി എസ് ആണ്, കാരിയറിൻ്റെ പവർ പ്ലസ് സൈഡ് ബാൻഡിൻ്റെ പവർ. സൈഡ് ബാൻഡിൽ തന്നെ പി എസ് എന്ന് പറഞ്ഞാൽ പി എൽ എസ് ബി പ്ലസ് പി യു എസ് ബി ആണ്. അപ്പർ സൈഡ് ബാൻഡിൻ്റെ പവർ പ്ലസ് ലോവർ സൈഡ് ബാൻഡിൻ്റെ പവറാണ് ദിസ് പി എസ് എന്ന് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ എന്താ, അത് നേരത്തെ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 1/8 എ സ്ക്വയർ എം എ സ്ക്വയർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 1/4 എ സ്ക്വയർ എം എ സ്ക്വയർ. ഇതാണ് സൈഡ് ബാൻഡിൻ്റെ പവർ, അല്ലേ. ഇതിന് നമുക്കറിയാം എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ പി സി തന്നെയാണ്. എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ പി സി ആണ്. സോ ഇവിടെ നമുക്ക് എ സ്ക്വയർ ബൈ 2 നമ്മൾ എഴുതുവാണെങ്കിൽ ഇത് നമുക്ക് ഒന്നും കൂടി മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെങ്കിൽ പി സി ഇൻറ്റു എം എ സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് എഴുതാം, ഈ ഒരു ഇക്വേഷൻ, അതായത് പി എസിൻ്റെ ഇക്വേഷനാണ്. സോ ടോട്ടൽ പവർ പി ടി എന്ന് പറയുന്നത് പി സി പ്ലസ് പി എസ്. പി സി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ 2 ആണ്. അതേപോലെ പി എസ് എന്ന് പറഞ്ഞാൽ 1/4 എ സ്ക്വയർ എം എ സ്ക്വയർ ആണ്. അതിനകത്ത് നമ്മൾ എ സ്ക്വയർ ബൈ 2 പുറത്തെടുക്കുകയാണെങ്കിൽ 1/1/2 എം എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ ഇക്വേഷനാണ് ഇത്, നോട്ട് ഡൗൺ ചെയ്യണേ. ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ ഇക്വേഷനാണ് എ സ്ക്വയർ ബൈ 2
1 പ്ലസ് 1/2 MA². അതൊന്നും കൂടി നമുക്ക് എഴുതുവാണെങ്കിൽ A²/2 എന്ന് പറഞ്ഞാൽ PC ആണ്. PC ഇൻറ്റു 1 പ്ലസ് 1/2 MA². ഇതാണ് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ ആണ് ഇത്. അതായത് PC പ്ലസ് PS ആണ്. PS അത് കണ്ടുപിടിച്ചു 1/4 A² MA² ആണ്. കാരണം LSB എന്ന് പറയുന്നത് 1/8 A² MA² ആയിരുന്നു. അതേപോലെ 1/8 A² MA². സോ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1/4 A² MA² നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ PS. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് A²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PC തന്നെയാണ്. സോ അതിനെ ഇങ്ങനെയും മാറ്റി എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഈ കിട്ടിയ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് A²/2 പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ടുള്ളതാണ്. സോ റെസ്റ്റ് വരുന്ന ടേമാണ് ഇത്ര. A²/2 എന്ന് പറഞ്ഞാൽ PC തന്നെയാണ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്കിനിയിപ്പം പവറിൻ്റെ ഇക്വേഷൻ കിട്ടി. പവറിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസിയാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ PS/PT ആണ്. PS/PT. സോ പവറിൻ്റെ PS സൈഡ് ബാൻഡിൻ്റെ പവർ എത്രയായിരുന്നു? 1/4 A² MA² ആയിരുന്നു. ടോട്ടൽ പവറിൻ്റെ ഇക്വേഷനോ 1/2 AC² ഇൻറ്റു 1 പ്ലസ് MA²/2 ആയിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഇക്വേഷനാണ് PT. സോ എഫിഷ്യൻസി എത്രയായിട്ട് നമുക്ക് കിട്ടും? ഇതെല്ലാം കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എഫിഷ്യൻസി കിട്ടുന്നത് MA²/2 പ്ലസ് MA². ഈ MA എന്ന് ഉദ്ദേശിക്കുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഇതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് MA²/2 പ്ലസ് MA². സോ ജസ്റ്റ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ET ആണ്. 1 മൈനസ് ദിസ് എഫിഷ്യൻസി, ദാറ്റ് ഇസ് MA²/2 പ്ലസ് MA². സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് μ² മൈനസ് μ² ഡിവൈഡഡ് ബൈ 2 പ്ലസ് μ². സോ നമുക്ക് കിട്ടുന്നത് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് μ². അതാണ് റിഡൻഡൻസി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻസിയാണ്. ഡി എന്ന് പറഞ്ഞാൽ റിഡൻഡൻസിയാണ്. സോ അത് കിട്ടുന്നത് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് μ². ദാറ്റ് ഈസ് ഡി. ഇത്രയും ക്ലിയർ ആണോ? സിംപ്ലിഫിക്കേഷനിൽ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. സോ ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നോക്കാം. വൈഷ്ണവ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും റിപ്പീറ്റ് വരുന്ന പോർഷൻസ് ആണ്. ഇത് നിങ്ങളോട് പവറിൻ്റെ ഇക്വേഷൻ നിങ്ങളോട് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞ കാര്യമാണ്. ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നറിയാം, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടുത്തം വരെ എടുത്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ സ്പീഡാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കേട്ടോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ വന്നിട്ട് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വൈഷ്ണവ ഓക്കെ ആണോ? സ്പീഡ് കുറക്കാൻ നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി ഇത്ര നേരം നമ്മൾ ടൈം ഡൊമൈനിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എന്നോ അല്ലെങ്കിൽ ടൈം ഡൊമൈനിലെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സ്പെക്ട്രം ഓഫ് AM വേവ് എങ്ങനെയാണെന്ന് നോക്കാം. AM വേവിൻ്റെ സ്പെക്ട്രം എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കറിയാം x(t) എന്ന് പറയുന്നത് നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. x(t) എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. c(t) എന്ന് പറയുന്നത് കാരിയർ സിഗ്നലാണ്. s(t) എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തും. സോ ആ ആംപ്ലിറ്റ്യൂഡ് A മാറി A പ്ലസ് x(t) ആയി. ബാക്കി ഒക്കെ സെയിം ആണ്.
കാരിയറിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എ കോസ് ഒമേഗ സി ടി. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? വി എം കോസ് ഒമേഗ എം ടി. സോ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ ചേഞ്ച് വരുത്തി. സോ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായി മാറി? എ പ്ലസ് എക്സ് ഓഫ് ടി ആയി മാറി. സോ നമുക്ക് കിട്ടുന്ന എസ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ സി ടി പ്ലസ് എക്സ് ഓഫ് ടി കോസ് ഒമേഗ സി ടി ആണ്. ഇത് ടൈം ഡൊമെയിൻ ഇക്വേഷനാണ്. നമ്മളത് എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റും. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും. സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് എസ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും. ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താവുക? ഈ എക്സ് ഓഫ് ടി കോസ് ഒമേഗ സി ടി ഇൻറ്റു പ്ലസ് എ കോസ് ഒമേഗ സി ടി ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും. ഇത്രയും നോട്ട് ചെയ്ത് വെക്കും. ഇനി ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിനും എടുക്കും. ഇതിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും, ഇതിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും. സോ ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ് ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.